പ്രേം നസീർ ഫൗണ്ടേഷൻ കൊച്ചിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 37ാം ചരമദിനത്തിൽ പ്രേം സ്മൃതി 2026 സ്മരണാഞ്ജലി ഒരുക്കി. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് മമ്മി സെഞ്ചുറി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി പ്രമുഖ സിനിമാ താരങ്ങൾ പങ്കെടുത്തു. പ്രേം നസീർ ഫൗണ്ടേഷൻ കൊച്ചിൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ 37ാം ചരമദിനത്തിൽ പ്രേം സ്മൃതി 2026 സ്മരണാഞ്ജലി ഒരുക്കി. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് മമ്മി സെഞ്ചുറി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറയാൻ ആർക്കും സാധിക്കില്ല. എന്നുവെച്ചാൽ കുറ്റം ചെയ്തിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത നമ്മുടെ ശ്രീലത ചേച്ചിയൊക്കെ നൂറുകണക്കിന്, ഞാൻ 1970കളിലാണ് സ്ഥിരമായി സിനിമ കാണാൻ ചെയ്യാനില്ല 10 ദിവസവും. അന്ന് മുതൽ എല്ലാ സിനിമയും ഒരു സിനിമയും വിടില്ല. അന്നേ മനസ്സിലുള്ള ആഗ്രഹം സിനിമയിലെത്തുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ 1970 മുതൽ ഏതാണ്ട് 77 വരെ കണ്ട സിനിമകളിൽ 90% സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് ശ്രീലത ചേച്ചി. ജനറൽ സെക്രട്ടറി KS നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. പ്രേം നസീറിനൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച നടിമാരായ ശ്രീലത നമ്പൂതിരിയും ശാന്തകുമാരിയും നസീറിനൊപ്പമുള്ള അഭിനയകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചു. ഒരു മഹാനായ അഭിനേതാവ് എന്നതിലുപരി മനുഷ്യസ്നേഹിയായ കലാകാരനായിരുന്നു പ്രേം നസീർ എന്നും മലയാള സിനിമ നിലനിൽക്കുന്നിടത്തോളം അദ്ദേഹത്തെ മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു. ഒരു ആരാധനയോടുകൂടിയാണ് ഇപ്പോഴിങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഉടയായിട്ട് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഞങ്ങളെപ്പോഴെങ്കിലും മദ്രാസിലാണ് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ കേരളത്തിൽ വരുന്നുണ്ട് ഷൂട്ടിങ്ങിന്. അപ്പോൾ ഉദയ സ്റ്റുഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഔട്ട് സൈഡ് ഒരു ഷൂട്ടിംഗ് ഉണ്ടാകും. കുറേ പ്രായമായ, ഞാൻ കണ്ടതാണ്, കുറേ പ്രായമായ സ്ത്രീകൾ വന്നിട്ട് പറയുക, അപ്പോൾ എൻ്റെ കൃഷ്ണ എനിക്ക് മാറ്റമുണ്ട് കേട്ടോ കാണാൻ. നസീറിനെ കണ്ടിട്ട് സത്യം പറഞ്ഞാലേ എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ അദ്ദേഹം ശ്രീരാമനും കൃഷ്ണനും ഒക്കെയാണ്. മലയാള സിനിമയിൽ അന്ന് ആലോചിച്ച് നോക്കിയാൽ കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും CAD നസീറായിട്ടും എല്ലാ വേഷങ്ങളും അഭിനയിക്കാൻ പറ്റിയ ഒരേ ഒരു നാട്. ഞാൻ ഓടി കാണാനായിട്ട് നിറച്ച് ജനങ്ങൾ കൂടി നിൽക്കുന്നതായിരുന്നു. ഞാനും എൻ്റെ ഇടയ്ക്ക് കയറിപ്പോയി നിന്നു. വന്നു, പ്രേം നസീർ വന്നു, എല്ലാവരും കൂടി നിൽക്കും. അത്ഭുതം കൊണ്ട് എൻ്റെ കണ്ണിങ്ങനെ ഉടർന്നിരിക്കുക. ചടങ്ങിൽ പ്രമുഖ താരങ്ങളായ തസ്നി ഖാൻ, ടിനി ടോം, അൻസാർ നാസർ എന്നിവർ സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് മാജിക് എന്ന് പറയുന്ന കല ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് വൈശാഖിയുടെ ഫംഗ്ഷനാണ്. ആ സമയത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന നസീർ സാർ ഇരിക്കുന്നുണ്ട്, മമ്മൂട്ടി ഇരിക്കുന്നുണ്ട്, അങ്ങനെ MT വാസുദേവൻ നായർ സാറുണ്ട്. എല്ലാവരും ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഞാനന്ന് മാജിക് അവതരിപ്പിക്കുന്നത്. അത്രയും നല്ല നാടായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നസീർ സാർ ഇരുന്ന് കൈയടിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഗാനസാമ്രാട്ട് കൊച്ചിൻ മൻസൂറിന്റെ നേതൃത്വത്തിൽ പ്രേം നസീർ ഗാനോത്സവം സംഘടിപ്പിച്ചു. പ്രേം നസീറിന്റെ അനശ്വര ഗാനങ്ങൾ ആസ്വാദകരെ പഴയ സിനിമാ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചടങ്ങിനോടനുബന്ധിച്ച് താരങ്ങളായ ശ്രീലത, ശാന്തകുമാരി, തസ്നി ഖാൻ, ടിനി ടോം, ഗായകൻ കൊച്ചിൻ മൻസൂർ എന്നിവരെ ആദരിച്ചു. സെബി ഞാറയ്ക്കൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.